ഹായ് ഡിയേഴ്സ്, ടേസ്റ്റ് ആഫ്രിക്ക വിത്ത് ആശ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെ തന്നെ ഒന്ന് ഹൈപ്പും ചെയ്തേക്കണേ. ഞാൻ ഉഗാണ്ടയിൽ നിന്ന് നാട്ടിൽ എത്തിയേ. അതിനുശേഷമുള്ള നമ്മുടെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റു നമ്മുടെ ഫ്രണ്ടിലുള്ള പാടമൊക്കെ ഒന്ന് നോക്കി. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഒരു കോഫിയൊക്കെ കുടിച്ച് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കപ്പ ഉണ്ടാക്കാമെന്ന് ഓർത്ത്. ഉഗാണ്ടയിൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണ് കപ്പ. ഇവിടെ വന്നപ്പോൾ അമ്മ എനിക്കൊണ്ട് കുറച്ച് കപ്പ തന്നു. കപ്പയൊക്കെ ഒന്ന് വേവിക്കാമെന്ന് ഓർത്ത്. വേവിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയംകാർ പറയുന്നത് തേങ്ങയും മഞ്ഞളും പച്ചമുളകൊക്കെ ഇട്ടൊന്ന് ഒതുക്കി ചൂടാക്കി വെന്തതിന് ശേഷം ഈ അരപ്പൊക്കെ ചേർത്ത് ഇളക്കിയെടുക്കുന്നതാണ് കപ്പ വേവിച്ചത്. അപ്പോൾ ഇന്നലത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു. ചിക്കൻ കറിയും കൂടെ ഞാനൊന്ന് ചൂടാക്കിയൊക്കെ എടുത്തു. അപ്പോൾ ഇവിടെ ഞാനും എൻ്റെ മൂത്ത മോനും മാത്രമേ ഉള്ളൂ. അപ്പു നിങ്ങൾ ആരും കണ്ടിട്ടില്ല അപ്പുവിനെ. അപ്പോൾ ഇനിയുള്ള വീഡിയോകളിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ കുക്കിങ്ങൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഉഗാണ്ടയിൽ അതേ ഒരു ഫീലിംഗ് ഉണ്ടായത്. കാര്യം ഇപ്പം മഴയായതുകൊണ്ട് അവിടുത്തെ പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തേ. അപ്പം ഞാൻ തേങ്ങയൊക്കെ റെഡിയാക്കി ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒതുക്കിയെടുത്ത് ഇനി കപ്പ നമുക്ക് കടുക് പൊട്ടിക്കുകയാണ്. ചില സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. ഇന്ന് കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനൊന്ന് കടുകൊക്കെ പൊട്ടിച്ച് ചുവന്നുള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഒന്ന് കറിവേപ്പിലയൊക്കെ ഇട്ട് വഴറ്റിയിട്ട് നമ്മുടെ തേങ്ങ അരപ്പ് ഒക്കെ ചേർത്തു ഒന്ന് കപ്പയിട്ട് ഇളക്കിയെടുത്ത്. കുറച്ച് മാത്രമേ ഉള്ളതുകൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ച് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ കുറച്ച് നാളത്തേക്ക് നമ്മുടെ കോട്ടയത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ അതെല്ലാം റെഡിയായി ഞാൻ കഴിക്കാൻ വന്നു. അപ്പോൾ ഇപ്പോൾ ഫുഡ് വേണ്ടെന്ന് പറഞ്ഞു. അത് കാരണം എനിക്കുള്ളത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള എടുത്തു വെച്ചു. പക്ഷേ ഞാൻ മാത്രമാണ് ഇപ്പോൾ കഴിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഉഗാണ്ടയിലെ പോലെ തന്നെയാണ്. ഇത് നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിഞ്ഞ് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ പാടത്ത് നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ഇച്ചാൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു പാടത്തിൻ്റെ സൈഡിൽ വീട് വേണം. എപ്പോഴും ഇങ്ങനെ വെള്ളവും കൃഷിയും ഒക്കെ കണ്ട് നമുക്കൊന്ന് റിലാക്സ് ആകാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ച കാണണമെന്നുള്ള നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയുള്ളൊരു വീടാണ് നമുക്ക് വെക്കാൻ പറ്റിയ. ദൈവം അങ്ങനെയുള്ള ഒരു നല്ല ഏരിയയാണ് നമുക്ക് തന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ ജസ്റ്റ് ഞാൻ വന്ന കാര്യങ്ങളൊക്കെ അറിയിക്കാനും നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കുക്ക് ചെയ്തൊക്കെ ഒന്ന് കാണിക്കാനും നമ്മുടെ നമ്മുടെ വീടിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഓണം ഗീവ് അവേ ഉണ്ട്, അതിലും എല്ലാവരും പങ്കെടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.